പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വിഷയം കർമ്മദോഷത്തിന്റെ കാണാപ്പുറങ്ങൾ. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് എഫക്റ്റുകൾ സംഭവിക്കാറുണ്ട്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളായിക്കോട്ടെ, അഭിവൃദ്ധി ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്, ചില രഹസ്യങ്ങളുണ്ട്. രഹസ്യം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. പലർക്കും ഇത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം അഭിവൃദ്ധി പെട്ടെന്നുണ്ടാകുന്നത് അല്ലെങ്കിൽ അധോഗതി ഉണ്ടാകുന്നത്? ഇതിൽ ഏറ്റവും കൂടുതൽ ഈ കലിയുഗത്തിൽ അധോഗതിയാണ് പലർക്കും പ്രശ്നം. ഒരു 90% ആൾക്കാർ എന്താണ് എൻ്റെ ജീവിതത്തിലെ ഈ പരാജയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മറ്റു വ്യക്തികളുടെ ഇടപെടലുകൾ ജീവിതം ദുസ്സഹമായി പോകുന്നു. ചങ്ങലക്കിട്ട് മുറുക്കിയതുപോലെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. പല തടസ്സങ്ങൾ, സാമ്പത്തികമായിട്ട് തകരാറുകൾ, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ അന്തഛിദ്ര ഉണ്ടാകുന്നു. ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവർ നമുക്ക് ഒരു കർമ്മദോഷം വിതയ്ക്കത്തക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. സ്വയം ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ ഉള്ളിലേക്ക് വന്ന് ആത്മഹത്യ ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നല്ലതോ ചീത്തയായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും പിന്നിൽ ഒരു കാരണമുണ്ട്. അതിനെ ഫിസിക്സിൽ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയും. ഇപ്പോഴത്തെ എഫക്റ്റിന് ഒരു കോസ് ഉണ്ട്. സാധാരണ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ട് അതിനപ്പുറമുള്ളതുകൊണ്ട് തുടർച്ചയായ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ, തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ കഴിവും സാമർഥ്യവും ഇല്ലാത്തവരല്ല, അതീവ ബുദ്ധിമാന്മാരാണ്, പരിശ്രമശാലികളാണ്, പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. നമ്മൾ ശ്രമിക്കും തോറും കൂടുതൽ ദുരിതത്തിലേക്കും പോകുന്നു. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും യുക്തിചിന്തയ്ക്ക് അതീതമായ ചില കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുന്നു. അപ്പോഴേ ചില വിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ അതിലൂടെ തന്നെ പോകുന്നു. ഇവിടെ ഓർക്കുക, നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള ഈ ജീവിതത്തിലോ അതിന് മുമ്പോ ചെയ്തു പോയിട്ടുള്ളതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ പല വേളകളിൽ പല സന്ദർഭത്തിലും ഉയർന്നു വരാം. അത് തുടർച്ചയായി ഉണ്ടാകും, തൽക്കാലത്തേക്ക് ഉണ്ടാകും. ഇങ്ങനെയുള്ള എഫക്റ്റിനെ പറയുന്നവരാണ് കാർമിക് എഫക്റ്റ്. കാർമിക് എഫക്റ്റ് നല്ല ഗതിയിൽ പോകുന്നതിനെ സുകൃതം എന്ന് പറയും. അത് നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുന്നതിനെ കർമ്മദോഷം എന്ന് പറയും. ഇപ്പൊ കർമ്മദോഷത്തിന്റെ എഫക്റ്റാണ് പലർക്കും കൂടുതലുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാകും. ഒരാള് ഒരു കൊലപാതകം നടത്തി, ഒരാളെ കുത്തിക്കൊന്നു. അതിനുശേഷം അത് പിടിക്കപ്പെട്ടിട്ടില്ല, അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഈ വേളയിൽ ഇദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, തലയ്ക്കാണ് പരിക്ക് പറ്റിയത്. പിന്നെ ചികിത്സയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം മറന്നുപോയി. അപ്പോഴും ഈ കൊലപാതകം നടത്തിയ കൊലയാളിയെ തപ്പി നടക്കുകയാണ്, അന്വേഷണം നടക്കുന്നുണ്ട്. ഇദ്ദേഹം ചികിത്സയൊക്കെ ഭാഗമായിട്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങൾ മൊത്തം മറന്നുപോയിരിക്കുകയാണ്, ഡിലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഉള്ള മാത്രമേ അറിയുന്നുള്ളൂ. ഇതിനോടിടയ്ക്കാണ് ഈ കൊലപാതകയെ തിരിച്ചറിയുന്നത്. ഇയാൾ തന്നെയാണ്. അപ്പം ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം ഇയാളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പറയാം, എനിക്കൊന്നും അറിയില്ല, ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഓർക്കുന്നില്ലേ ഉള്ളൂ, പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിൽ സംഭവിച്ചു പോയിട്ടുള്ളതിന്റെ ഫലം അനുഭവിച്ചല്ലേ വിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ തെളിവുകളും ഇദ്ദേഹത്തിന് പ്രതികൂലമായിട്ടാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും ഒന്നും ഇപ്പോൾ മനസ്സിലാകുന്നില്ല, ഓർക്കുന്നില്ല എങ്കിലും ഇന്നലകളിൽ എപ്പോഴുമൊക്കെ നമ്മളിൽ സംഭവിച്ചു പോയിട്ടുള്ള, നമ്മുടെ ആത്മാവിൽ സംഭവിച്ചു പോയിട്ടുള്ള കളങ്കമാണ് ഇപ്പോഴത്തെ പല അനുഭവങ്ങൾക്കും കാരണമെന്നർത്ഥം. ഇതിനെയാണ് കാർമിക് രഹസ്യങ്ങളെ സംബന്ധിച്ച് അറിയണമെന്ന് പറയുന്നത്. കാർമിക് എഫക്റ്റിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയാറുള്ളത് 3 ഏരിയയിൽ നിന്നും, ഭാഗത്തു നിന്നാണ് ഒരു വ്യക്തിയിലുണ്ടാകുന്ന കർമ്മദോഷ ഫലങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ, കർമ്മത്തിന്റെ ഏത് എഫക്റ്റ്? ഒന്ന്, വരുമ്പോഴേ കൊണ്ടുവരുന്നു പറയും. നമ്മുടെ ഈ ഒരു ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻപിരുന്ന ശരീരത്തില് ആ ചിന്തകളിലൂടെയും ചെയ്തികളിലൂടെയും വരുത്തി വെച്ച ആ ഒരു എഫക്റ്റ്, അതുകൊണ്ടാണല്ലോ ആ എനർജി പുറത്തേക്ക് പോയത്. അത് പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയാണ്. അത് കയറുന്ന ഏത് ശരീരത്തിലാണോ അതനുസരിച്ചുള്ള അനുഭവങ്ങളായിരിക്കും ആ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകുക. ഇപ്പോഴത്തെ നമുക്കത് ഓർമ്മയില്ല, പക്ഷെ മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ കുറ്റം കൊണ്ടുമല്ല. ഇതൊക്കെ പലപ്പോഴും പലരുടെ ജീവിതത്തിൽ വന്ന് പെടാറുണ്ട്. എത്ര കാരണസഹിതം ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇതിനെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. വന്നപ്പോഴേ കൊണ്ടുവന്നതിൻ്റെ ഒരു എഫക്റ്റ്. ചിലർക്ക് സുഹൃതമായിരിക്കാൻ വരും. രണ്ടാമത്തെ കാർമിക് എഫക്റ്റ് എന്ന് പറയുന്നത് ജനിതകമാണ്.
എന്നുവെച്ചാൽ ജീൻ ട്രാൻസ്ഫർമേഷൻ. നമ്മുടെ ഓരോ സെൽസും നമുക്ക് ലഭിച്ചത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്, അവർക്ക് അവരുടെ മാതാപിതാക്കൾ. അങ്ങനെ 7 തലമുറ പിന്നാമ്പുറങ്ങളിലേക്കുള്ള നമ്മുടെ പരമ്പരയിൽ നിന്നുള്ള അനുഭവങ്ങളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തരിലും ഏത് വിധേന വേണമെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ തെളിവൊക്കെ എന്താ? തെളിവ് അറിയണോ? നിങ്ങൾ ഏതെങ്കിലും രോഗമായിട്ട് ശരീരത്തിന് അസുഖമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പെർമനന്റ് ആയിട്ട് വരാവുന്ന ദീർഘനാളത്തേക്ക് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളാണ് ക്യാൻസർ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചെറുത്, പിന്നെ ഡയബറ്റിക് പോലുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടേഴ്സിന് ഡയഗ്നൈസിൽ ഒന്ന് ഹെറിഡിറ്ററി ആണോ ചോദിക്കും, പാരമ്പര്യം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചാൽ നമ്മുടെ മാതാപിതാക്കളെ പറ്റി നമ്മൾ ചിന്തിക്കും, അവർക്കുണ്ടായിരുന്നില്ല ഇത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനോ ഗ്രാൻഡ് മദറിനോ, അവിടം വരെയൊക്കെ നമുക്ക് അറിയുള്ളൂ. അവരുടെ ഒരു ഗ്രാൻഡ് ഫാദറിനെയോ ഗ്രാൻഡ് മദറിനെയോ നമുക്ക് ഓർക്കാനേ പറ്റുന്നില്ല. ആ പരമ്പരയുമാണ് നമ്മൾ. അതിന്റെ ഗുഡ് ഓർ ബാഡ് എഫക്റ്റും ഈ ജീവിതത്തിൽ ശരീരത്തിന്റെ ഘടനയിലും ഉണ്ടാകാം, അനുഭവങ്ങളിലും ഉണ്ടാകാം. ഇതിനെ പറയുന്ന പേരാണ് ജനിതക കാർമിക് എഫക്ട്സ്. ചിലപ്പോൾ നിങ്ങൾ ഈ ജീവിതത്തിൽ വലിയ അധ്വാനമൊന്നും വേണ്ട, വെച്ചടി കയറ്റമായിരിക്കും. ഏതാ നേരത്തെ ഉണ്ടായിരുന്ന ഏതോ ഒരു കാരണവരുടെ നല്ല പ്രവൃത്തിയുടെ ഫലമാണ്. ചിലർക്കോ നല്ലോണം ശ്രമിച്ചു പോകുന്നത് സ്വാത്വികനാണ്, ഒരുപാട് ബുദ്ധിയുണ്ട്, നല്ല കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഇടക്കാലഘട്ടം കൊണ്ട് നമ്മുടെ പൂർവികരുടെ ഏതോ കൊനസ്റ്റ് ആ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഇപ്പോഴത്തെ നമ്മുടെ കുഴപ്പമില്ല. ഇതിനാണ് ജനിതക കർമ്മദോഷം. 2. മൂന്നാമത്തത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ പറയുന്ന പേരാണ് അക്വയർഡ് കർമ്മ എഫക്ട്. അക്വയർ ചെയ്ത്, ഈ ജന്മത്തിൽ നമ്മൾ അക്വയർ ചെയ്തത്, അത്തരത്തില് ഉള്ള ആർജിത കർമ്മ എഫക്ട്. ആർജിക്കുന്നു. നമുക്ക് ബുദ്ധിയുണ്ട്, ചിന്തിക്കുന്നതാണ് നമ്മുടെ തലച്ചോറ്. നമ്മുടെ തലച്ചോറിലെ ചിന്തയും ഇമോഷൻസും അതിൻ്റെ പ്രവർത്തനങ്ങളും അത് ഏത് തരത്തിലാണോ ഇപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ എഫക്റ്റ് തന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മളിലേക്ക് വരുന്നു. ബൂമറാങ് എഫക്റ്റ് എന്നൊക്കെ പറയും. ഇങ്ങനെ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് വരുന്നൊരു സംഭവം അല്ലേ. അതുകൊണ്ട് പലപ്പോഴും പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ലിറ്ററലി പറഞ്ഞാൽ നേരിട്ട് നോക്കുമ്പോൾ നീ എന്തെങ്കിലും ദ്രോഹ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തുകൊണ്ടേയിരിക്കുന്നെങ്കിൽ അതിന്റെ ഫലം നിനക്ക് തന്നെ കിട്ടും എന്ന് ഉപദേശ രൂപേണ കേട്ടിട്ടുണ്ട്. അപ്പൊ പലരും പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, ഉപദ്രവം ഉണ്ടാവണമെന്ന് ചിന്തിച്ചിട്ട് പോലില്ല. തന്നെയല്ല, ഞാൻ ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്ന ആളുകളാണ്, ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചാൽ എൻ്റെ മനസ്സും വേദനിക്കും, അത്ര നല്ല വ്യക്തിയാണെന്ന് പറയും. ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ വേറെ ആർക്കും വേണ്ടി ഉപദ്രവം ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ വ്യാകുല ചിന്തകൾ. ആരെ പറ്റി എന്തിനെ പറ്റി എന്നുള്ളത് നിങ്ങളുടെ ബാറ്ററികൾക്ക് അറിയില്ല. അത് അതേപോലെ കോപ്പി. ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, മക്കളെയോ മറ്റുള്ള ബന്ധുക്കളെയൊക്കെ ആലോചിച്ച്, പക്ഷെ അവരെന്താ ഇങ്ങനെ, എന്താ ശരിയാകാത്ത, അല്ലെ മറ്റുള്ള ആൾക്കാരുടെ ദുഃഖത്തിൽ തന്നെ ദുഃഖിച്ചിരിക്കുന്നു, ഇതെല്ലാം നിങ്ങളെ പിടിക്കുക. നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഉൾമനസ്സിന് അല്ലെങ്കിൽ ആത്മാവിന് ആരെ പറ്റി എന്തിനെ പറ്റിയാണോ നിങ്ങൾ വ്യാകുലപ്പെടുന്ന അറിയില്ല. തഥാസ്തു, നീ എന്ത് കൊണ്ടു നടക്കുന്നോ അത് തന്നെ സംഭവിക്കട്ടെ. ഇതാണ് ആർജിത കർമ്മദോഷം. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് സാമാന്യ ബുദ്ധി ഉറപ്പിക്കാവില്ലേ, അങ്ങനെ കുറെ വരുത്തി വെച്ചിട്ടില്ലേ. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ മുതലുള്ള ജീവിതത്തിൽ അഭിവൃദ്ധിയിലേക്ക് എത്താതെ. ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് ഈ 3 ഏരിയയിൽ നിന്നുള്ള കാർമിക് എഫക്റ്റ് വന്ന് നിങ്ങളുടെ ആ എനർജി ഫീൽഡിനെ കംപ്ലീറ്റ് മറച്ചിരിക്കുകയാണ്, ഒരു മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ആ മങ്ങലിനെ എടുത്ത് കളഞ്ഞ മാത്രമേ ഇനി ഒരു അഭിവൃദ്ധി ഉണ്ടാകുള്ളൂ. അപ്പൊ ആദ്യം റിയലൈസേഷൻ ആണ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം കുളിച്ച് വൃത്തിയാക്കി പ്യൂരിഫൈ ചെയ്യുന്ന പോലെ ഈ എനർജി ഫീൽഡിനെയും നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കുകയും പിന്നെ തുടർന്ന് ഡെയിലി അത് ചെയ്യുകയും വേണം. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കുളിക്കാറുണ്ട്, ദേഹം വൃത്തിയാക്കാന്ന് പറഞ്ഞ പോലെ ഈ എനർജി ഫീൽഡിനെ ഡെയിലി തന്നെ ചെയ്യണ്ടേ. നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള എനർജിയെ, ആത്മാവിനെ ഒന്ന് പോളിഷ് ചെയ്യാൻ നമ്മൾ ബോധപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല. അഥവാ കുറച്ച് ആൾക്കാരെങ്കിലും മെഡിറ്റേഷൻ, യോഗ അത് അത്തരത്തിൽ മാത്രമേ അറിയുള്ളൂ, ശാസ്ത്രീയമായിട്ട് അറിയില്ല. പിന്നെ റെഗുലറായിട്ട് ചെയ്യുമ്പോഴാണ് നടപ്പിലാക്കൽ അനുഭവങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഇതിനൊക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊക്കെയാണ് നമ്മുടെ ഓറയെ അല്ലെങ്കിൽ പ്രഭാവലയത്തെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ്. അത് എടുക്കുക, ദെൻ ഡെയിലി ഇത് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് ഒരു ഉപാസനാ സമ്പ്രദായം നമ്മൾ സ്വായത്തമാക്കുക. അതിനു മുമ്പ് ഈ പറയും ഇത്രയും നാളത്തെ കാർമിക് എഫക്റ്റിനേക്ക് ഇത് ബാലൻസ് ചെയ്യണ്ടേ, അതിനേക്ക് ഇത് ഹീൽ ചെയ്ത് കളയണം. സ്പിരിച്വൽ ഹീലിംഗ് ആൻഡ് ഓറ റിജുവിനേഷൻ,
നിങ്ങളുടെ ഓറയെ ആ പവറിനെ കൂട്ടുക, റിജ്യൂനേറ്റ് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന നെഗറ്റീവ് എഫക്റ്റിനെയൊക്കെ കഴുകിക്കളഞ്ഞ് പുതിയ വ്യക്തിയായിട്ട് പുതിയ രീതിയിൽ തന്നെ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് സ്പിരിച്വൽ ഹീലിംഗ്. ഇത് ഞാൻ നേരിട്ട് തന്നെ നൽകുന്നുണ്ട് നമ്മുടെ സെൻറ്ററിൽ. അത് മുൻകൂട്ടി പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് 3-4 പേർക്കൊക്കെ ഒരു ദിവസം കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഡേറ്റുകൾ പലരും ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഒരു ഹാഫ് ഡേ സെക്ഷൻ കൊണ്ട് തന്നെ തത്വം മനസ്സിലാക്കുക, അതിൻ്റെ ശാസ്ത്രീയം മനസ്സിലാക്കി തരുന്ന പ്രാക്ടീസ് ഡെയിലി വീട്ടിൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഈ കർമ്മദോഷം കൊണ്ടുള്ള എഫക്റ്റിനെയൊക്കെ നമുക്ക് ശാസ്ത്രീയമായി പരിഹരിച്ച് പുതിയ ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ള എൻക്വയറികളും കാര്യങ്ങളൊക്കെ ഇതിലുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടുക. വരുന്ന ദിവസങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഓറെ റിജ്യൂനേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.